ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇതുവരെ നൽകിയ എല്ലാ സഹായങ്ങളും നിർത്തുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ദക്ഷിണാഫ്രിക്കയുടെ പുതിയ ലാൻഡ് ആക്ടാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. എന്നാൽ ഈ അവസരം മുതലാക്കാനുള്ള നീക്കത്തിലാണ് ചൈന. അമേരിക്ക കൈയൊഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയെ ചേർത്ത് നിർത്തി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സ്വാധീനം ശക്തമാക്കാൻ ചൈന തയ്യാറെടുത്തു കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത് മുതൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം വെറുപ്പിക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിച്ചു പോരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നൽകി വരുന്ന എല്ലാ സഹായങ്ങളും പിൻവലിക്കാനുള്ള ട്രംപിന്റെ ഉത്തരവ്. മാത്രമല്ല, യുഎസിലെ ആഫ്രിക്കൻ ന്യൂനപക്ഷങ്ങളെ അഭയാർത്ഥി പട്ടികയിൽപ്പെടുത്താനും ട്രംപ് ആലോചിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ കൊണ്ടുവന്ന ലാൻഡ് നിയമമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. രാജ്യത്തെ ഭൂരിപക്ഷം കറുത്ത വർഗക്കാർക്കും സ്വന്തമായി മണ്ണില്ല. എന്നാൽ ന്യൂനപക്ഷമായ വെള്ളക്കാരുടെ കയ്യിലാണ് ഭൂരിഭാഗം സ്ഥലങ്ങളും. ഇങ്ങനെ അനധികൃതമായി കൈയടക്കിയിരിക്കുന്ന മണ്ണ് തിരികെ പിടിച്ച് പൊതുജനോപയോഗത്തിന് ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് പുതിയ ലാൻഡ് നിയമം. ഈ നിയമം ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിക്കുമെന്നാണ് അമേരിക്കയുടെ നിരീക്ഷണം. ആഫ്രിക്കൻ വംശജനായ ഇലോൺ മസ്കും ഈ വിഷയം ചൂണ്ടിക്കാട്ടി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അമേരിക്കയുടെ വിരട്ടലിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വലിയ കുലുക്കമൊന്നും ഉണ്ടായില്ല. കാരണം മറ്റൊന്നുമല്ല, ഏത് സാഹചര്യത്തിലും സഹായം വാഗ്ദാനം ചെയ്ത് ചൈന മറുവശത്തുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സ്വാധീനം വളർത്താൻ ലക്ഷ്യമിടുന്ന ചൈനയ്ക്ക് അമേരിക്കയുടെ പുതിയ നിലപാട് സഹായകമാകും. നിലവിൽ ആഫ്രിക്കയും ചൈനയും തമ്മിൽ ശക്തമായ വ്യാപാര ബന്ധം നിലവിലുണ്ട്. മാത്രമല്ല, ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ആഫ്രിക്കയുടെ കരുത്താണ് ചൈന. ആഫ്രിക്കയ്ക്ക് സ്വന്തം സാറ്റലൈറ്റുകൾ നിർമ്മിക്കാൻ ചൈന കെയ്റോയിൽ സ്പേസ് ലാബ് തുറന്നു കഴിഞ്ഞു. ഇതിനുള്ള ഉപകരണങ്ങളെല്ലാം ബെയ്ജിങ്ങിൽ നിന്നാണ് എത്തുന്നത്. ഇങ്ങനെ ആഫ്രിക്കയെ സഹായിക്കുന്നതിലൂടെ രാജ്യത്തെ സ്പേസ് ഏജൻസികൾ ശേഖരിക്കുന്ന വിവരങ്ങൾ ചൈനയ്ക്കും ലഭ്യമാകും. കൂടാതെ ഭൂഖണ്ഡത്തിൽ വേരുറപ്പിക്കാനും സാധിക്കും. ഒരവസരം കാത്തിരുന്ന ചൈനയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയിരിക്കുകയാണ് അമേരിക്കയുടെ നിലപാട്. അമേരിക്ക എതിരായതോടെ ചൈനയ്ക്ക് പുറമെ ബ്രിക്സ് രാജ്യമായ റഷ്യയോടും സൗത്ത് ആഫ്രിക്ക അടുക്കുകയാണ്. സംയുക്ത സൈനിക അഭ്യാസത്തിന് സൗത്ത് ആഫ്രിക്ക റഷ്യൻ യുദ്ധക്കപ്പലുകളെ ക്ഷണിച്ചു കഴിഞ്ഞു. അതേസമയം അമേരിക്കയുടെ നിലപാട് ബ്രിക്സ് രാജ്യങ്ങളെ ഒറ്റക്കെട്ടായി കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ നിരീക്ഷണം. കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയിൽ ഡോളറിന് ബദൽ വേണമെന്ന ആശയം ഉയർന്നിരുന്നു. ട്രംപ് രാജ്യങ്ങൾക്കെതിരെ നികുതി യുദ്ധം വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബദൽ നീക്കങ്ങൾ വേഗത്തിലാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.